ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊന്ന് കോഴിക്കോട് പോകണേന് കേട്ടോ. ഇതിന് പ്രത്യേക കുറച്ച് ഉദ്ദേശങ്ങളോട് കൂടിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഞാനും അനീഷയും ബിലാലും കൂടിയാണ് പോകുന്നത്. നമ്മൾ ജനശതാബ്ദി എക്സ്പ്രസ് ആണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. രാവിലെ 9:17 ട്രെയിൻ. നമ്മൾ ട്രെയിനിൽ കയറി, അധികം ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല. നോമ്പായതുകൊണ്ട് കുറച്ച് ടയേർഡായിട്ടാണ് നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ എനിക്ക് വിൻഡോ സീറ്റാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്ക് രണ്ടുപേർക്കും അത് കിട്ടാത്തതിൻ്റെ ചെറിയൊരു കുശുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. എങ്കിലും ഞാൻ ഇതൊക്കെ ആസ്വദിച്ച് നല്ല അടിപൊളിയായിട്ട് പോയി. പിന്നെ നമ്മൾ ട്രെയിൻ ഇറങ്ങുന്ന സമയത്ത് ബിരിയാണി കൊടുക്കുന്ന പോലെ ഒരു ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഓട്ടോ പിടിക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറി നേരെ ഞങ്ങൾ പോയത് ഹൈലൈറ്റ് മാളിലോട്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നതിനും കുറച്ച് ഉദ്ദേശങ്ങളുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ വന്നിട്ട് എടുക്കാൻ പറ്റാതെ പോയ 2-3 ഐറ്റംസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ വരവ്. അങ്ങനെ ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കയറി. ഇതിനകത്ത് ചെന്നാൽ മുൻപ് എപ്പോഴും പോയിരുന്നത് സ്നോ വേൾഡിലായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, നെക്സ്റ്റോയിൽ കയറാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളിവിടെ വരുന്നത് കേട്ടോ. ആ നെക്സ്റ്റോൻ്റെ ഉള്ളിലുള്ള കളക്ഷൻസ് ഒക്കെ നല്ല അടിപൊളിയാണ്. എല്ലാത്തിനും നല്ല ഓഫേഴ്സും ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു വാച്ച് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇതെടുത്തു. പിന്നെ ഈ കാണുന്ന അൾട്രാ 7 കളേഴ്സ് വരുന്ന ഈ ഒരു വാച്ചും കൂടി എടുത്തു. പിന്നെ അത് തന്നെ സെയിം അനീഷ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഷോളിൻ്റെ സെക്ഷൻ എല്ലാം 99 ആണ് റേറ്റ് വരുന്നത്. അതും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡിൻ്റെ സെക്ഷനിൽ നിന്ന് അനീഷാനെ തിരിച്ചു കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊക്കെ വലിച്ചാണ് ഞങ്ങൾ അനീഷയെ കൊണ്ടുപോയത് കേട്ടോ. നോമ്പ് തുറക്കുള്ള കുറച്ച് സാധനങ്ങളും കൂടി ഇവിടെ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ഓരോ സെക്ഷനിലെത്തുമ്പോഴും അനീഷാക്ക് അത് 2 വീതം വേണമായിരുന്നു. അതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പിലിട്ട സെക്ഷനിലേക്കും അതുപോലെ അച്ചാറിൻ്റെ സെക്ഷനിലേക്കെല്ലാം നമ്മൾ പോയി. ഈ ഒരു സെക്ഷൻ അനീഷാക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുൽഫി അങ്ങനെയുള്ള ഐറ്റംസ് കുറച്ചെടുത്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇരിക്കുന്നു ഡോണറ്റ്. അത് കണ്ടപ്പോൾ അതും വേണം. അങ്ങനെ ഈ ഒരു കോംബോ ഡോണറ്റ്സും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കപ്പലണ്ടി കണ്ടപ്പോൾ അതും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു കോൺടെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് 50 പുഷപ്പ് എടുക്കുന്നതിൻ്റെ ഒരു കോൺടെസ്റ്റ് ആയിരുന്നു. ഈ ഒരു കോൺടെസ്റ്റിൽ ബിലാലിനെ ഞാൻ തള്ളിക്കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിലാലിന് 35 എണ്ണം മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. എങ്കിലും കുഴപ്പമില്ല, ചെറിയ കുട്ടി ആയതുകൊണ്ട് അവനിക്കും പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ബൈ.